പോലീസ് അന്വേഷണം നല്ല രീതിയിൽ തന്നെ പോകുന്നത്. കൊടുത്തിട്ടുണ്ട്. അന്ന് ഈ 15-ാം തീയതി അവിടെ സജി എന്നും പറഞ്ഞിട്ടൊരു സൈക്കാട്രിയുടെ സാറുണ്ടേ, അദ്ദേഹം ഇവിടെ 2 മണി തൊട്ട് 4 മണി വരെ ഒരു റൂമിൽ, ഞങ്ങൾ ഇന്നറിഞ്ഞ ഒരു കാര്യമാണ്, റൂമിൽ വിളിച്ച് നിർത്തിയിട്ട് ഈ മറ്റേ പ്രതികളെ 3 കുട്ടികളെ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിയിട്ട് ഇവിടെ ഈ ഒരു സൈഡിൽ നിർത്തി ഓരോ കുട്ടികളെയും വിളിച്ച് ഒരു കൗൺസിലിംഗ് അല്ലായിരുന്നു, ഒരു കുറ്റവിചാരണ പോലായിരുന്നു അവളെ ചെയ്തത് അങ്ങേരെ. അത് ഇന്നാണ് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് അറിയുന്നത്. എന്നിട്ട് ഇയാൾ ഒരു അമ്മു നിരപരാധിത്വം തെളിയിക്കണമെന്നും പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു. അതിൽ നല്ല മനോവിഷമം ഉണ്ടാവും. ഓക്കെ, അന്ന് തന്നെ വൈകിട്ടാണ് സംഭവിച്ചത്. 4 തൊട്ട് 6 വരെ അവളെ റൂമിൽ നിർത്തുകയും അവളെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് സജി എന്ന് പറയുന്ന സാറാണ്. പിന്നെ പ്രിൻസിപ്പളാണെങ്കിൽ പല സമയത്ത് പലതാണ് പറയുന്നത്. പോലീസ് അന്വേഷണം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിൽ പൂർണ്ണ തൃപ്തരുമാണ്. വേറെ എന്തോ സജിയെ പ്രതിയാക്കണം. കാരണം സജി എന്ന് പറയുന്ന അയാളാണെന്ന് ഇത് ഇത്രയും ഇവളെ ബുദ്ധിമുട്ടിച്ചതെന്നാണ് ഇന്നറിഞ്ഞാണ് ഞങ്ങളെ. ഇന്നിവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അറിഞ്ഞാണ്. ഒരു കുട്ടിയെ ഇങ്ങനെ അന്നേരം അവൾ ചോദിച്ചെന്ന്, സാറേ ഞാൻ എങ്ങനെ നിരപരാധിത്വം തെളിയിക്കുമെന്ന്. ലോഗ് ബുക്ക് സംബന്ധിച്ച് അമ്മുവിൻ്റെ നിരപരാധിത്വം അമ്മു തന്നെ തെളിയിക്കുമെന്നും ഇയാൾ ശക്തമായിട്ട് പറഞ്ഞു. അന്നേരം അവൾ ചോദിച്ചു ഞാൻ എങ്ങനെ തെളിയിക്കും എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അടിച്ചേൽപ്പിക്കുന്ന പോലെ അന്നേരം അവൾ തിരിച്ചു ചോദിച്ചു എങ്ങനെ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് അവൾ ചോദിച്ചിട്ടാണ് അവൾ ഇറങ്ങി വന്നതെന്നാണ് പറഞ്ഞത്. ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. അത് അങ്ങനെ ഒരു ലോഗ് ബുക്ക് കളഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല. ഇവരിത് 3 പേരും കൂടെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.